തിരുപ്പൂരിൽ സാമൂഹിക പ്രവർത്തകനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയതിന് DMK നേതാവിനെതിരെ കേസ്. ചമലപുരം പഞ്ചായത്ത് പ്രസിഡന്റ് വിനായക പളനിസ്വാമിക്കെതിരെയാണ് കൊലക്കുറ്റത്തിന് കേസെടുത്തത്. മുഹമ്മദ് റഹീസാണ് ചേരുന്നത് ചെന്നൈയിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. തിരുപ്പൂരിലാണ് ഈ വാഹനം ഇടിച്ചു കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് വരുന്നത്. റഹീസ്, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? എന്താണ് ഇദ്ദേഹത്തെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളത്? അങ്ങനെ ഒരു കാര്യം വരാനുള്ള കാരണം എന്താണ്? വാഹനം ഇടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു, അതങ്ങനെ ഒരു അപകടമായിരുന്നില്ല എന്നുള്ളത് കേസിലേക്ക് പോയത് എങ്ങനെയാണ്? ഇത് ആദ്യഘട്ടത്തിൽ ഈ തിരുപ്പൂരിലെ ഈ പളനിസ്വാമി 60 വയസ്സുള്ള പളനിസ്വാമി എന്നയാളാണ് കൊല്ലപ്പെട്ടത്. വാഹനം ഇടിച്ച് ഇയാൾ മരിക്കുന്നു. അതിന് പിന്നാലെ ഏത് വാഹനമാണ് ഇടിച്ചത് എന്നുള്ള തെരച്ചിലിനൊടുവിലാണ് ഈ ചമലപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള വിനായക പളനിസ്വാമിയുടെ വാഹനമാണ് ഈ പളനിസ്വാമിയെ ഇടിച്ചത് എന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങളൊക്കെയും പോലീസ് മനസ്സിലാക്കുന്നത്. അതായത് നേരത്തെ ഒരു റോഡ് നിർമ്മാണത്തിനെതിരെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു റോഡ് നിർമ്മാണത്തിനെതിരെ അതിന്റെ അപാകതകളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പളനിസ്വാമി എന്നയാൾ പരാതി നൽകിയിരുന്നു. ഇയാൾ നിരന്തരമായി ഇത്തരത്തിലുള്ള സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുകയും അഴിമതി കേസുകൾക്കൊക്കെയും എതിരെ പോവുകയും അതിലൊക്കെ പലതവണ വിജയം കണ്ടിട്ടുമുള്ള ആളാണ്. അങ്ങനെ ഇയാൾ ഇത്തരത്തിൽ ഒരു കേസുമായി മുന്നോട്ട് പോകുന്നു. അതിന്റെ വൈര്യം കൊണ്ടാണ് ഈ ചമലപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള വിനായക പളനിസ്വാമി ഇയാളെ വാഹനം ഇടിച്ചു കൊലപ്പെടുത്തിയത് എന്നാണ് പിന്നീട് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യം ഈ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കി എന്നുള്ള തരത്തിലാണ് കേസെടുത്തിരുന്നത്. പിന്നീട് നാട്ടുകാർ ഈ വിഷയം അറിഞ്ഞതിനെ തുടർന്ന് അവർ വലിയൊരു പ്രതിഷേധമുണ്ടാക്കി. അതിന് പിന്നാലെയാണ് ഇക്കാര്യം അവർക്ക് വ്യക്തമായത്. ഇക്കാര്യത്തിൽ പോലീസിന് കൂടി വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൊലക്കുറ്റത്തിന് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. നിലവിൽ പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. ഇദ്ദേഹം തന്നെ പുതിയ വാഹനം, അതൊരു ലക്ഷറി വാഹനമാണ്. ആ വാഹനം എടുത്തതിന് ശേഷം അത് കുറച്ച് ദിവസം മാത്രമേ ആയുള്ളൂ ഈ വാഹനം എടുത്തിട്ട്. അതിന് പിന്നാലെ ഈ 2 വീലറിൽ വരികയായിരുന്ന പളനിസ്വാമിയെ കൃത്യമായി ഫോളോ ചെയ്തു വന്ന് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. തിരുപ്പൂരിലാണ് സംഭവം. ചമലപുരം പഞ്ചായത്ത് പ്രസിഡന്റ് വിനായക പളനിസ്വാമിക്കെതിരെയാണ് കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുള്ളത്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.